വേലി തന്നെ വിള തിന്നാന്ന് കേട്ടിട്ടില്ലേ? കണ്ടോക്കി. ഇനിയുണ്ട് ഒരുപാട്. പക്ഷേങ്കില് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവര് പറയുന്ന ഒറ്റ ഡയലോഗ് ഉണ്ട്. മുസ്ലിം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ റീലിന് അഡിക്റ്റ് ആണ്. റീലില്ലാത്തൊരു കല്യാണ ചടങ്ങുകളില്ല. പക്ഷേ തലപ്പാവ് ധരിച്ച ഉസ്താദുമാരടക്കം ഈ റീലിന് ഇറങ്ങി തിരിച്ചാലോ? ധിക്കാരമാണ്. ഇസ്ലാമിനോട് നിങ്ങൾ ചെയ്യുന്ന ധിക്കാരമാണ്. കാഫിറായി പോകാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചാൽ നല്ലതാണ്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. ഇന്ന് കല്യാണങ്ങൾക്കൊക്കെ റീൽസ് നിർബന്ധമാണ്. അതായത് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ റീലിന് അഡിക്റ്റ് ആണ്. റീലില്ലാത്തൊരു കല്യാണ ചടങ്ങുകളില്ല. പക്ഷേ തലപ്പാവ് ധരിച്ച ഉസ്താദുമാരടക്കം ഈ റീലിന് ഇറങ്ങി തിരിച്ചാലോ? അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഉസ്താദിന്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടി. ആ ഉസ്താദ് ഇങ്ങനെ റീൽ ഉണ്ടാക്കുന്ന ഉസ്താദുമാരെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു ഉസ്താദാട്ടോ. ആ ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ തലപ്പാവൊക്കെ ധരിച്ച് വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ എല്ലാവരും റെസ്പെക്റ്റോട് കൂടി കാണുന്ന മതപണ്ഡിതരടങ്ങുന്ന ഒരു ടീം മറ്റുള്ള ആളുകളെ പോലെ സാധാരണക്കാരെ പോലെ റീലും ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് നാട്ടുകാരെ കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഈ ഉസ്താദ് ചോദിക്കുന്നത്. ഇന്ന് അങ്ങനെ കുറേ ആളുകളുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ ഉള്ളിലുള്ള ആകെ ലക്ഷ്യം റീലാണ്. എന്തായാലും ഈ ഉസ്താദിന്റെ വീഡിയോ നിങ്ങൾ കേൾക്ക്. വേലി തന്നെ വിള തിന്നാന്ന് കേട്ടിട്ടില്ലേ? കണ്ടോക്കി. ഇനിയുണ്ട് ഒരുപാട്. പക്ഷേങ്കില് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവര് പറയുന്ന ഒറ്റ ഡയലോഗ് ഉണ്ട്. എന്റെ ഇഷ്ടം, എന്റെ നിഷ്ഠ, എന്റെ പെണ്ണ്. നിന്റെ പെണ്ണുമാണ്, എനിക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്തോ. പക്ഷേ എങ്കിൽ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പബ്ലിക്കായി ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. 10-12 കൊല്ലം ദർസോതി പഠിച്ചത് എന്ത് തേങ്ങക്കാണ്? നിങ്ങൾ എന്താ ഈ ദർസിൽ പഠിച്ചത്? നിങ്ങൾ പഠിച്ച കിതാബുകളും മറ്റു കാര്യങ്ങളൊക്കെ കാറ്റിൽ പരത്തിക്കൊണ്ട് ഇതുപോലത്തെ തോന്നിവാസം ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ ഒറ്റൊന്നേ പറയാനുള്ളൂ. ആ ഡ്രസ്സ് അങ്ങ് ഊരി വെച്ച് വല്ല പണിക്കും പോവുക. നിങ്ങൾ ആ ഡ്രസ്സ് ഇട്ട് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ സ്വഹാബത്ത്, താബിയങ്ങൾ, തബഅ താബിയങ്ങൾ പിൻപറ്റി പോകുന്നൊരു മാതൃക ഉണ്ടായിരുന്നു. ആ മാതൃകക്കെതിരാണ് നിങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, ഇസ്ലാമിൽ ഹറാമ് എന്ന് പറഞ്ഞ ഒരു വസ്തു പിന്നീട് അത് പബ്ലിക്കാക്കി ഹറാമ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ധിക്കാരമാണ്. ഇസ്ലാമിനോട് നിങ്ങൾ ചെയ്യുന്ന ധിക്കാരമാണ്. കാഫിറായി പോകാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചാൽ നല്ലതാണ്. പർദ്ദ ധരിക്കുകയും ഹിജാബ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാമായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? സ്ത്രീ മൊത്തത്തിൽ ഔറത്താണെന്നും അവളുടെ വടിവൊത്ത ശരീരം കാണിക്കൽ തെറ്റാണെന്നും നിങ്ങൾ പഠിച്ചവരല്ലേ? എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ പോസ്റ്റ് ഇടുന്നത്, റീൽ ഇടുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി വെക്കുന്നത്? ആരെ കാണിക്കാനാണ്? ഇതെല്ലാം നിങ്ങളെ സന്തോഷത്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളിൽ ഒതുങ്ങിയാൽ പോരെ. എന്തിനാണ് ഇതൊക്കെ പബ്ലിക് ആക്കുന്നത്? എന്തിനാണ് ഇസ്ലാമിന്റെ വില കളയുന്നത്? എന്തിനാണ് ഉസ്താദുമാരെ മെക്കെട്ട് ജനങ്ങളെ കൊണ്ട് കല്ലെറിയിക്കുന്നത്? ഇനിയോ ഇതുപോലത്തെ റീൽസോ മറ്റു കാര്യങ്ങളോ ചെയ്തതിന് പ്രതികരിച്ചാലോ പിന്നെ ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വരിക, അല്ലെങ്കിൽ PM വന്നിട്ട് പച്ച തെറി പറയുക, അതുമല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക. ഇവിടെ ആകെ പേടി പടച്ചോനെ മാത്രമേ ഉള്ളൂ. പടപ്പുകളെ പേടിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് ആരും കണ്ട് ഭീഷണിയിട്ട് വരാൻ നിൽക്കണ്ട. ഇവിടെ ഒരു മഹ്ലൂക്കിനെ പേടില്ല. പ്രിയപ്പെട്ട ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ കമന്റ് ബോക്സിൽ പോയിട്ട് മാഷാ അല്ലാ, തബാറക് അല്ലാ, ഉഷാറാവട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ എന്ന് കമന്റ് ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇടേണ്ടത് അതല്ല. നിങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. ഉസ്താദെ, നിങ്ങൾ പഠിപ്പിക്കുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമാണോ? ഇത് ഏത് ഇസ്ലാമാണ് എന്ന് നിങ്ങൾ ചോദിക്കണം. ചോദിച്ചേ മതിയാവുകയുള്ളൂ. ഇനി മറ്റുള്ള ഉസ്താദുമാരോടാണ് പറയാനുള്ളത്. ഇങ്ങനത്തത് കാണുമ്പോൾ നിങ്ങളെ സുഹൃത്തുക്കളാണെങ്കിൽ അത് തിരിച്ച് പിൻവലിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ട ഇൽമും മറ്റു കാര്യങ്ങളും കൊടുത്തു വലുതാക്കി ഉസ്താദുമാർ ഹയാത്തിലുണ്ടല്ലോ, അവരെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. തിരിച്ചെടുക്കാൻ വേണ്ടി ഉസ്താദുമാര് പറയണം. ഉസ്താദ് പറഞ്ഞിട്ടും കേൾക്കാത്തവനാണെങ്കിൽ പിന്നെ അവന്റെ ജീവിതം കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? അപ്പൊ ഈ ഉസ്താദ് വളരെ ഗൗരവത്തിലാണ് സംസാരിക്കണേ. ഉസ്താദ് പറഞ്ഞത് ഇങ്ങനത്തെ പച്ച ഹറാമാണ്, ഈ റീലിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാഫിറായി പോകുമെന്ന് വരെയാണ് ഉസ്താദ് പറയുന്നത്. നഊദുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഈ വിവാഹം എന്നുള്ളത് എല്ലാവരും വലിയൊരു ഡ്രീമാണ്. അതിങ്ങനെ ഒരു മെമ്മറബിൾ ആവണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ആരാ ഉണ്ടാവുക? അപ്പോൾ അതിൽ റീൽസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ സാധാരണക്കാർ റീൽസ് ഇട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഉസ്താദുമാരടങ്ങുന്ന ആളുകൾ റീൽസ് എടുക്കുന്നതാണ് ഈ ഉസ്താദിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഈ തലപ്പാവ് ധരിച്ച ആളുകൾക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അറിവുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അറിവിൻ്റെ പ്രശ്നമല്ല, അറിവുള്ളവനും ഇല്ലാത്തവനൊക്കെ ഉണ്ടാവും. കാരണം ഖുർആൻ ഒരു ചോദ്യമുണ്ട്, കുൽ ഹൽ അസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവർ തന്നെ തുല്യരാണോ? നബിയെ അങ്ങ് പറയുക, കുൽ ഹൽ അസ്തവില്ലദീന യഅലമൂൻ, അറിവുള്ളവർ തന്നെ തുല്യരാണോ? വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവർ തന്നെ തുല്യരാണോ? അല്ലാതെ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ എന്നല്ല ചോദ്യം. അപ്പോൾ അറിവുള്ള ഉസ്താദുമാർ തന്നെ തുല്യരല്ല. അപ്പോൾ ഉസ്താദുമാർ ആ ഒരു വേഷത്തിന് നമ്മൾ വലിയ റെസ്പെക്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഞാനിത് ഈ റീൽ എടുക്കുന്നത് ഹറാമാണെന്ന് അഭിപ്രായക്കാരൊന്നുമല്ല. ചിലക്ക് ഇടുന്നത് പബ്ലിക്കിൽ ഇടുന്നവരുണ്ട്, ഫ്രണ്ട്സിനെ മാത്രം കാണാൻ ഇടുന്നവരുണ്ട്, ഒള്ളിമി ഇടുന്നവരുണ്ട്. ഇതിപ്പോൾ ഒള്ളിമി അല്ല, പബ്ലിക്കിൽ ഇടുന്നത് കൊണ്ട് എല്ലാവരും കാണുന്നത്. സന്തോഷങ്ങളൊക്കെ നമ്മൾ ആ വേഷം ധരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ
അതൊരു വലിയ അപാകത. ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇതിന് അഡിക്റ്റാണ്. ഡിവോഴ്സിൻ്റെ എണ്ണം കൂടാൻ എന്താ കാരണം എന്നറിയാം? വിവാഹത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ മാറി. അതിനിടയിലാണ് ഈ ഉസ്താദുമാരെന്ത് ചെയ്യുന്നത്? ഇത്തരം പേക്കുത്തുകളുടെ പിന്നാലെ. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവർ ചെയ്യുന്ന പലതിലും ഇതുണ്ട്. ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ആ വേഷത്തിനും മറ്റും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് നശിപ്പിക്കാൻ പാടില്ല. അത് നശിപ്പിക്കുമ്പോൾ അത് എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കാണുന്നതാണ്. മഹാന്മാർ പഠിപ്പിച്ച ചില കിതാബുകളിലൊക്കെ കാണാം ഉസ്താദുമാർ ധരിക്കുന്ന ഒരു വേഷം. ആ വേഷം സാധാരണക്കാർ ധരിക്കൽ ഹറാമാണ്. എന്താ ഹറാം? അത് ശിക്ഷിക്കുന്നു കരുതിയിട്ട് അത് പാടില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഉസ്താദുമാർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് തെറ്റായിട്ട് വേറെ ആൾക്ക് കൊടുക്കണ്ടെന്ന് കാരണം അവരുടെ വേഷത്തിന് നമ്മൾ അടിച്ചു മാറ്റരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ ആ വേഷം വെച്ച് ചെയ്യുന്ന സമയത്ത് വലിയൊരു നാണക്കേടായിട്ട് മാറും. അല്ലാതെ അത് ഹറാമായിട്ടോ അല്ലെങ്കിൽ ആള് കാഫിറായി പോയിട്ടോ അല്ലെങ്കിൽ അവരെ നമ്മൾ അപമതിക്കാനൊന്നുമല്ല. ഇങ്ങനെ നമ്മൾ എന്തിനേയും കുറ്റങ്ങളല്ല കണ്ടുപിടിക്കുന്നത്. പക്ഷെ ആ ഒരു വേഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു ഉസ്താദ് പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് വളരെ ഗൗരവപ്പെട്ടിട്ട് ഉസ്താദുമാർ കണ്ടില്ലേ, ഉസ്താദുമാരെ തന്നെ തെറി വിളിക്കാൻ തുടങ്ങി, മറ്റേ ആലപ്പുഴയിൽ സുഹൈരി പറയാൻ തുടങ്ങി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെന്നത് പറയാത്ത ഒരു വീഡിയോ എനിക്ക് അയച്ചത്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അങ്ങനെ ആ ഉസ്താദുമാരെ അവരുടെ സന്തോഷം ഇട്ടതാവും. പക്ഷെ നമ്മൾ ആ വേഷത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ഇന്നിപ്പോൾ പണ്ടൊക്കെ ആളുകൾ പർദ്ദ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ നിക്കാബ് ഇട്ടിരുന്നത് അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇന്നത് മാറി. ഇന്നതൊരു ഫാഷനാണ്. ഇന്നിപ്പോൾ വിവാഹത്തിൻ്റെ മൈലാഞ്ചി കല്യാണത്തിനൊക്കെ ഇങ്ങനത്തെ വേഷം ധരിച്ചിട്ട് വളരെ അടിപൊളി സ്ലോ മോഷനിലും ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ ക്യാമറ എടുത്തിട്ട് വരുന്ന രീതിയിലുള്ള റീൽസൊക്കെ കാണാം. അപ്പോൾ ആ തരംഗങ്ങൾക്ക് പിന്നാലെ ജൻസി തലമുറയുടെ ഈ പൂക്കികളുടെ തരംഗത്തിന് പിന്നാലെ ഉസ്താദുമാർ പോകുന്നതിലുള്ള വിയോജിപ്പാണ് ഈ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. ഇടപ്പറയിൽ കാണിക്കുന്ന രംഗമൊന്നും ഇവരെന്ത് ചെയ്തിട്ടില്ല. ബെഡ്റൂമിൽ കാണിക്കുന്ന രംഗം പുറത്ത് കാണിച്ചൊന്നുമില്ല. അതുവരെ കാണിക്കുന്ന വീഡിയോസ് വേറെ ഉണ്ട്. ഈ കാണിച്ച വീഡിയോയിൽ അങ്ങനെയൊന്നുമില്ല. പാവങ്ങൾ സാധാരണക്കാർ അത് വേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ സാധാരണക്കാരാണ്. കിതാബ് ഓതിയിട്ട് കുറേ കാലം പഠിച്ചെങ്കിലും ഈ സ്വഭാവത്തിൽ നിന്ന് ആൾ മാറേണ്ട. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ അവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷെ ഉസ്താദ് വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വിവാഹത്തിൽ ഇങ്ങനെയുള്ള ഒരു റീൽസ് ഷൂട്ടിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ അഭിനയിക്കുന്ന രീതിയിലേക്ക്, പിന്നെ വിവാഹത്തിൻ്റെ പേരിലുള്ള ഇത്തരം ആർഭാടങ്ങൾ, ഈ ആർഭാടങ്ങളോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഞാൻ അത്തരം ആർഭാടങ്ങളോട് ഞാൻ പേഴ്സണലി യോജിക്കുന്ന ഒരാളല്ല. വിവാഹം എന്നുള്ളത് വളരെ ലളിതമായിട്ട് നടത്താം. പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഈ ആർഭാടം, വിവാഹത്തിൻ്റെ പേരിലുള്ള ആർഭാടങ്ങൾ കൂടുതൽ. ഞാൻ മനസ്സിലാക്കി പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ വിവാഹത്തിൻ്റെ പേരിൽ എന്ത് ആർഭാടങ്ങൾ കാണിക്കാനും ലീഗലി എന്തോ തങ്ങൾക്കൊരു അവകാശം ഉണ്ടെന്ന് പോലെയാണ്. വിവാഹം എന്നുള്ളത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിക്കുക, അടുത്ത സുഹൃത്തുക്കളെ മാത്രം വിളിക്കുക, ചെറിയൊരു ചടങ്ങ് ഇത്ര പോരെ. വലിയ ഇത് ചിലവാക്കി 2-3 തരത്തിലുള്ള ഫുഡൊക്കെ ഇനി കഴിയുന്നവർക്ക് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാണ്. കാരണം അതൊരു സ്വകാര്യതയാണ്. വിവാഹം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വളരെ അടുത്ത ആൾക്കാരെ മാത്രം വിളിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി ചിലവ് ഒരുപാട് കുറയും. എന്നിട്ട് ആ പണം നമുക്ക് എന്ത് ചെയ്യുക? അവരവരെ ദാമ്പത്യ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാലോ. അങ്ങനെയുണ്ട്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് തെരഞ്ഞെടുപ്പാണ്, നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. വോട്ട് ചെയ്ത ആളുകൾ, വോട്ട് ചെയ്ത അഭിപ്രായം രേഖപ്പെടുത്ത ആരൊക്കെ വോട്ട് ചെയ്ത ആളുകൾ. ഞാൻ ചോദിക്കുന്ന ചോദ്യം വോട്ടിനെ കുറിച്ചല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറുണ്ടായി, ഇനി അക്രമങ്ങളില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത, യുദ്ധം വീണ്ടും തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇനിയും വരുന്നത്. വലിയ ഭീതിയിലാണ്. പറയാൻ കാരണം ഇറാന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു, ലെബനാനിനെയോ ഇറാഖിനെയോ ആക്രമിക്കാൻ പാടില്ല. പക്ഷേ ഇന്നലെ ലെബനാനിൽ 100 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി 500ഓളം ആളുകളാണ് അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. ഇത് കണ്ടിട്ട് ഇറാൻ്റെ പ്രഖ്യാപനം വന്നു, ഇത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ്, ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങളിത് ഹോർമുസ് കടലിടുക്ക് അടക്കുകയാണെന്ന് പറഞ്ഞ് അവരത് അടച്ചു. ഇതൊരു വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇറാന് മുഴുവനായിട്ട് തകർക്കുന്നുള്ളത് അമേരിക്ക വാചകടിച്ചിരുന്നത്. ഒടുവിൽ അത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അത് തുറക്കാം എന്നുള്ളൊരു കരാർ വന്നു. അങ്ങനെ യുദ്ധം വെടിനിർത്തൽ കരാറിലേക്ക് എത്തി. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയൊക്കെ അതിന് മുൻകൈ എടുത്തത്. പക്ഷേ ഇപ്പോൾ ഈ ഇസ്രായേൽ നടത്തുന്ന കൂട്ടുകുരുതി, ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊല, ലെബനാനിലെ മനുഷ്യരെ കൊല്ല, അത് അവർക്ക് മനുഷ്യരായിട്ട് തോന്നുന്നേയില്ല അവരൊന്നും. അപ്പോൾ ഇറാൻ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിക്കൊണ്ട് യുദ്ധം വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ യുദ്ധം ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കില്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇറാൻ ഞെട്ടിച്ചു കളഞ്ഞ അവിടെയാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിച്ചു, അവരെ സാമ്പത്തിക ഭദ്രത തകർത്തു. വീണ്ടും ഇതൊരു യുദ്ധത്തിലേക്ക് വഴിമരുന്നാകുമോ? വീണ്ടും യുദ്ധം ആരംഭിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇത് ഒരു പശ്ചിമേഷ്യ ഒരിക്കലും ഒരു സമാധാന പ്രദേശമായിട്ട് മാറില്ല. വീണ്ടും അതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് വന്നേക്കാം എന്നുള്ളതാണ്
നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.